ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ വരുന്നത് 2 ദിവസത്തെ ഡേ ഇൻ അവർ ലൈഫ് എന്നൊക്കെ പറയാം കേട്ടോ. 2 ദിവസത്തെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളും ഷോപ്പിങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. എല്ലാ വീഡിയോയിലും ഞാൻ ലൈക്കിൻ്റെ കാര്യം പറയുന്നത് ഞാൻ പറയാത്ത വീഡിയോയിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് പതിവിലും നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. 4 മണീൻ്റെ മുമ്പ് തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുളിയും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ സുബഹി നമസ്കാരവും കഴിഞ്ഞിട്ട് ഇപ്പോൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. ഇന്നിപ്പം റഫീഖാൻ്റെ പെങ്ങന്മാർ, മൂത്ത 2 പെങ്ങന്മാരില്ലേ, ഉമ്മും സുഹൃത്തേയും വീട്ടിലുണ്ട് കേട്ടോ. അവർ ഇന്നലെ വന്നതാണ്. ഇന്നിപ്പോൾ നമുക്കൊരു യാത്രയുണ്ട്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വേഗം തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകാൻ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം. ബീഫ് ഞാൻ കുളിക്കുന്നതിന് മുമ്പേ രാവിലെ കിച്ചണിൽ എണീറ്റ ഉടനെ തന്നെ എന്ത് ചെയ്തു, ബീഫ് വെന്ത് കിട്ടണ്ടേ, എന്നിട്ടല്ലേ നമുക്ക് കറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബീഫും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഞാൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതാ വെന്തോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച്, തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. പിന്നെ അതിൻ്റെ ഒന്നും ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. കാര്യം നമ്മൾ ബീഫ് സ്റ്റൂവും ചിക്കൻ സ്റ്റൂ ഒക്കെ നമ്മൾ പല രീതിയിലുള്ളത് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാനലിൽ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇനി അതിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ അപ്പത്തിന് ഊത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഊത്തപ്പത്തിനുള്ള മാവൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മാവൊക്കെ നല്ല പൊങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അരി അരച്ചിട്ടല്ല, അരിപ്പൊടിയും കൊണ്ടുള്ള ഊത്തപ്പാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്നുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ ഏട്ടത്തിയും മക്കളും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും 3 വീട്ടിൽ നിന്നായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ 3 വീട്ടിൽ നിന്നും കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്നാട്ടോ. കുറേ അല്ല, കുറച്ച് ഇപ്പോൾ അങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ വെറൈറ്റി സാധനം കിട്ടുകയും ചെയ്യും. ഒരേ സാധനം തന്നെ കഴിക്കുകയും വേണ്ട, ഒരുപാട് വേസ്റ്റ് ആവുകയില്ല. കാരണം ഒരു 2 ആൾക്കുള്ളത് ഇപ്പോൾ എനിക്കറിയാം എത്ര വേണ്ടതെന്ന്. അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ നിന്ന് അവർക്ക് അറിയാം അവർക്ക് എത്രയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ കറക്റ്റാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ എൻ്റെ സ്റ്റൂ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടത്തിൻ്റെ മോന് വന്നിട്ട് കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ. അവന് കുറച്ച് സമയമായി എത്തിയിട്ട്. അപ്പോൾ റഫീഖ് പറഞ്ഞ് ഞാൻ എന്തായാലും പള്ളിയിൽ ഒരു സുബഹിസ്കരിച്ചിട്ട് കുറച്ച് സമയം നടന്നിട്ട് വേഗം വരാം കേട്ടോ. അങ്ങനെ പറഞ്ഞ ആളെ 6 മണിയായിട്ടും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ സാവധാനത്തിൽ കാര്യങ്ങളൊക്കെ നോക്കലാണ്. ഏട്ടത്തേക്ക് വിളിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ റെഡിയാണ്. പൂമോളും കുട്ടികളും എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വീണ്ടും കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ റഫീഖാൻ്റെ പെങ്ങന്മാർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്കുള്ള കറി ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ചുണ്ടാവും. പിന്നെ എന്തായാലും രാത്രി നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ മന്തി ഉണ്ടാക്കിയപ്പോൾ അവർ മന്തി വേണ്ട ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് മന്തിയും കൂടെ ഉണ്ടാക്കി. പക്ഷേ മന്തി എല്ലാവരും കഴിച്ചു, ചപ്പാത്തി അവിടെ ബാക്കി ആയിട്ടോ. അപ്പോൾ ഈ രാവിലെ ഒന്നും ഉണ്ടാക്കണ്ട, അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കുറച്ച് ഇതുകൊണ്ട് ആ ചപ്പാത്തിയും ഉണ്ട്, ഉച്ചത്തേക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ രാവിലെ തന്നെ പോകട്ടോ, 10 മണിയാകുമ്പോഴത്തേക്കും അവർ പോവും. പിന്നെ അവർ വന്നപ്പോൾ ഞാനിങ്ങനെ പോവാണെന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവർക്ക് എന്തോ പോലെയല്ലേ, അപ്പോൾ അങ്ങനെ പറഞ്ഞില്ല. പിന്നെ രാത്രിയാണ് ഞാൻ പറഞ്ഞത് ഞാനിങ്ങനെ പോകുന്നുണ്ട് എന്ന്. അപ്പോൾ എല്ലാവരും പ്ലാൻ ചെയ്ത് സെറ്റാക്കിയതല്ലേ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയും ഞാൻ നമ്മളെ ചാനലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്, നല്ല സോഫ്റ്റ് സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മൾ ഊത്തപ്പം പലതും ആയിട്ടുണ്ടാക്കൂലേ, ഒനിയൻ ഊത്തപ്പം, അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്യാരറ്റ്, ക്യാപ്സിക്കം, അങ്ങനെ നമ്മൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ടും ഒനിയൻ മാത്രം ഇട്ടിട്ടും മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കൂല. അപ്പോൾ എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള ഊത്തപ്പാണ് കേട്ടോ. അതങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും അവിടെ റെഡി ആവുന്നുണ്ട്. നമ്മളെ ബീഫ് കുറുമയൊക്കെ നല്ല അടിപൊളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്രയിലായതുകൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു റോ ആയിട്ടുള്ള തേങ്ങാപ്പാലിൻ്റെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. യാത്രയിൽ കുറച്ചൊരു എന്തെങ്കിലും ഒരു സ്പൈസി അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പുളിപ്പ് ഒക്കെ വേണം തോന്നില്ല. അപ്പോൾ ചെറുതായിട്ടിട്ട് പുളിപ്പൊന്നുമില്ല, എന്നാലും ആ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു രീതിയിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് വേഗം പാത്രത്തിലാക്കി എടുക്കട്ടെ.
അപ്പോൾ അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഷാനു വന്നിട്ടുണ്ട്, ഏട്ടത്തീൻ്റെ മോൻ. ഇതെൻ്റെ ഒരു ഏട്ടത്തീൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ ഓന് കുറച്ച് സമയമായി വന്നിട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് റഫീക്ക് ഈ ഒരു സമയത്താണ് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചായ വെക്കാമെന്ന് ഓർത്തപ്പോൾ വേണ്ട, രാവിലെ തന്നെ ചായ കുടിച്ചാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് ചായ വെച്ചില്ല. പോട്ടെ അതിന്റെ ഫോണിൽ നിങ്ങൾ ഇട്ടത് അങ്ങോട്ടേക്ക് അവിടത്തേക്ക് ഇട്ടാ മതി. എന്ത് പിന്നെ ലൊക്കേഷൻ ഇട്ടാ മതി മലബാറിന്. ഓക്കെ എന്നാ പോയേ. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞല്ലേ ചായ കുടിക്കണ്ട ഇതിപ്പോൾ ഇപ്പോൾ നല്ല വിശപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി പോണ വഴിക്ക് അവിടെ നിന്ന് നമ്മൾ വേഗം തന്നെ ഈ ഫസ്റ്റിലെ ചായ അല്ലേ അത് ഇറങ്ങുമ്പോൾ ഭയങ്കര വിശന്നിട്ട് പോയാൽ നമ്മൾ ചുരമൊക്കെ ഇറങ്ങണ്ടല്ലേ, അപ്പോൾ ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് കേട്ടോ. നല്ല രസമാട്ടോ ഈ ഒരു വഴി. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെല്ലാവരും പറയില്ല വഴി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഏട്ടത്തി മോനും ഓരും റെഡിയാണ് കേട്ടോ, നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു. ഇനി അവരെയും പിക്ക് ചെയ്ത് ഇനി പൂമോളെയും കുട്ടികളെയും കൂടെ അവിടുന്ന് അവരെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല നമ്മൾ ഫുഡ് ഓരോരുത്തരായിട്ട് എടുത്തത്. അപ്പം ഞാനെടുത്തത് എനിക്കും ഷാനുവിനുള്ളതാണ് ഞാനെടുത്തത്. ഏട്ടത്തിക്കും മോനുക്കും ഉള്ളത് രണ്ടാളും എടുത്ത്, പൂമോക്കും കുട്ടികൾക്കും ഉള്ളത് അവരും എടുത്ത്. അപ്പോൾ ഓരോരുത്തർക്ക് എന്താണ് വേണ്ടതെന്ന് അറിയാലോ, പിന്നെ നമുക്ക് മിക്സ് ആക്കിയിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ നമ്മൾ തിരഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഫുഡ് നമുക്ക് വേസ്റ്റ് ആവുകയില്ല, നമുക്കറിയാലോ നമ്മളെ ഒരു കണക്ക്, നമ്മൾ കഴിക്കുന്ന കണക്ക് നമുക്കറിയാലോ. അപ്പം അങ്ങനെ അപ്പോൾ ഇത് നമ്മൾ പൂമോളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവർ ഒന്നും കൂടെ കിടന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഹവ്വൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണേ. ഇത് പൂമോള ഉപ്പയാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ ഉപ്പ. അപ്പോൾ ഉപ്പാനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ പറഞ്ഞില്ലേ വിശക്കുന്നുണ്ടായിരുന്നു. ചിലർക്കൊന്നും സ്നാക്സും കാര്യങ്ങളൊന്നും വേണ്ട, പക്ഷെ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ അവിടെ നിന്നോളും, ഇല്ലെങ്കിൽ ചുരം ഇറങ്ങുമ്പോൾ ആകെ നമുക്കൊരു എന്തോ ഒരു ആയിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ ജസ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല, ഈ എണ്ണയിൽ പൊരിച്ച അങ്ങനത്തെ കടികളുള്ള. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ കാടമുട്ടല്ലേ അത് പറഞ്ഞിട്ട് അത് ഓരോന്നൊക്കെ അങ്ങ് കഴിച്ചു കേട്ടോ. വിശപ്പൊന്നും ഇല്ല, എന്നാലും വിശപ്പൊന്നും മാറില്ല, എന്നാലും ആ ഒരു ബുദ്ധിമുട്ടൊന്നും മാറും രാവിലത്തെ. അങ്ങനെ നല്ലൊരു ചായയൊക്കെ കുടിച്ച് ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ താമരശ്ശേരി ചുരമാണ് കേട്ടോ. അപ്പം ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞോ? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. ഭയങ്കര ദൂരമൊന്നുമല്ല കേട്ടോ പോകുന്നത്, നമ്മൾ കോഴിക്കോടാണ് പോകുന്നത്. കോഴിക്കോട് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ റൂമിൽ നിൽക്കുക, പിന്നെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക, എല്ലാവരും കൂടെ എൻജോയ് ചെയ്ത് നിൽക്കുക, ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മളെ ഉദ്ദേശം. ഒരു യാത്ര അത്രയേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് കോഴിക്കോട് ഇപ്പോൾ നമ്മൾ കാണാത്തതോ അത് അങ്ങനെയൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ പിന്നെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ.
ഷാനും എനിക്ക് ഇഷ്ടമല്ല എടുക്കട്ടെ. ഒരു ഊത്തപ്പം കഴിച്ചാൽ മതിയതാ, ബാക്കി എന്റെ പത്തിരി കഴിച്ചോ. ഇഷ്ടപ്പെടും പല്ല് കൊണ്ട് പക്ഷെ മുഹമ്മദിന് എടുക്കുമാ. പത്തിരിക്കാം എനിക്കുണ്ട് ഊത്തപ്പം മതി. പക്ഷെ കറി എടുത്തല്ലോ. അപ്പോൾ നമ്മൾ ചുരം ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു റോട്ടിലേക്ക്, ഒരു ഫ്രീ ആയിട്ടുള്ളൊരു റോട്ടിലേക്ക് കയറിയിട്ട് നമുക്ക് കറക്റ്റ് നല്ലൊരു സ്പേസ് കിട്ടിയിട്ടാണ്. ഒരാളുണ്ടായിരുന്നു അവിടെ, ഇങ്ങനെ കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള ടേബിളും സ്റ്റൂളും അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ടായി, പൈപ്പ്, ബാത്റൂം എല്ലാം ഉണ്ടായിട്ടോ ഭാഗ്യത്തിന്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായി. ഇപ്പോൾ ദാ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെയല്ലേ എന്ന് ഞാൻ പറഞ്ഞത്. ഈ യാത്രേൻ്റെ ഉദ്ദേശം ഞങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് റാഹത്തായി എല്ലാവരും ഫ്രീ ആയിട്ട് ആ ഒരു രീതിയിൽ അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കായാലും അതൊക്കെ നല്ല രസം. നമുക്കായാലും ചെറിയ ചെറിയ യാത്ര, ഇപ്പോൾ ഒരു ടൗണിൽ പോക്ക് പോലും എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ ഞാനൊക്കെ. അപ്പോൾ അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മളെ റൂമിൽ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളൊന്നും ഡ്രസ്സ് ചെയ്യുക അങ്ങനത്തെ എന്താ പറയുക ഒന്നും സെറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ ഇറങ്ങിയപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ട് അങ്ങ് ഇറങ്ങി, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ വന്നപ്പോൾ നല്ല ചൂടും കാര്യങ്ങളുണ്ട്. അപ്പോൾ വിചാരിച്ചു കോട്ടൻ്റെ എങ്ങനെ ഫ്രീ ആയിട്ട് ഇടാൻ പറ്റുന്ന അങ്ങനെ എന്തെങ്കിലും 1-2 ടോപ്പോ അങ്ങനെ എന്തെങ്കിലും നോക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലേ ട്രെൻഡ്സിൽ നല്ല ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്നിൻ്റെ പൈസ കൊടുത്താൽ മതി അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ളതില്ലേ. അപ്പോൾ അങ്ങനെ ഓഫറും ജെൻസിൻ്റെയിലും നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കലായി. ഇവർക്ക് കുഞ്ഞുമോനും അതുപോലെ തന്നെ ഷാനും ഷർട്ടൊക്കെ എടുത്ത് അങ്ങനെ ഭയങ്കര രസമായിട്ട് രാവിലെ തന്നെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടാട്ടെ ഇവർ നമുക്ക് ഷോപ്പ് ഓപ്പൺ ആക്കി തന്നെ അവർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഉള്ളിൽ ആളുണ്ടായിരുന്നു, പക്ഷെ സമയമായിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ എത്തിയില്ലേ, 10 മണി പോലും ആയിട്ടില്ല കേട്ടോ, 9 മണി അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പം പിന്നെ നമുക്ക് വേണ്ടി അവർ ഓപ്പൺ ആക്കി തന്നു. ഫസ്റ്റത്തെ ഒന്ന് അപ്പോൾ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് കസബ ഇൻ എന്നാണ് കേട്ടോ. കസബ ഇൻ എന്നാണ് പേര്. പിന്നെ റഹ്മത്ത് ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് വരുന്നത്. ഏകദേശം നമ്മൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പില്ലേ, അതും ഏകദേശം ഇതിനോട് അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെക്കിൻ ആവാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്യലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ റൂമിലേക്ക് വന്നിട്ട് ഒന്ന് ഫ്രീ ആയിട്ട്, കാരണം യാത്രയും ചൂടും, യാത്രേൻ്റെ ക്ഷീണമല്ല പക്ഷെ ചൂട് നല്ലോണം. നമ്മളെ വയനാട്ടിലും ചൂടാണ്. പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ചോളം നല്ല ചൂട് തന്നെയാണ് വയനാട്ടിലും. പക്ഷേ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് ഒന്നും കൂടെ സഹിക്കാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ചൂടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്ത് എന്താ പറയുക നൂറ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് കാണുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഒന്ന് സെറ്റായിട്ട് കുട്ടികളും ഒക്കെ ഒന്ന് റെഡിയായിട്ട്, മുഹമ്മദാണ് ചൂട് ഒന്ന് ഭയങ്കര ഇതാണ്. പക്ഷേ ഒന്ന് യാത്രയിലായതുകൊണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണല്ലോ പുറത്തു പോകുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാ നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കയറി ഉടനെ തന്നെ അതിൻ്റെ ഒരു റൂമിൻ്റെ ആ ഒരു സെറ്റപ്പ് കാണിച്ചു തന്നാ കേട്ടോ. പിന്നെ പറ്റൂലല്ലോ, ഇനിയിപ്പോൾ എല്ലാവരും കിടത്തവും ഇരുത്തവും ഒക്കെ ആവൂലേ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഉച്ചക്കത്തെ ഫുഡിനൊക്കെ സമയമായി തുടങ്ങിയിട്ട്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് എവിടെയെങ്കിലും കറങ്ങാമെന്ന് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങട്ടെ.
അപ്പോൾ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ഒരു കഫ്താൻ ടൈപ്പാണ് ടോപ്പ് വരുന്നത്. നല്ല ഫ്രീ ആയിട്ട് യാത്രയല്ല എങ്ങനെയായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. നല്ല ക്ലോത്തും കാര്യങ്ങളൊക്കെ ആണേ. അതിങ്ങനെ കുറച്ച് ഒരു ലൂസായിട്ടുള്ള പാൻറ്റും കുറച്ച് ഷോർട്ടായിട്ടുള്ള കഫ്താൻ ടോപ്പ് കേട്ടോ വരുന്നത്. അതിന് ശേഷം നമ്മൾ വന്നത് അമ്മ മെസ്സില്ലേ അവിടെയാണ് കേട്ടോ. അമ്മ മെസ്സത്തെ ഫുഡ് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാനിതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാദാ ചോറിൻ്റെ ഫാനല്ല. അത് ഇഷ്ടമുള്ളവരാണല്ലോ ഇവിടെ കയറുക. ഭയങ്കര ഇവിടുത്തെ മീൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ലുലു മാളിലാണേ. ലുലു മാളും എന്താ പറയുക, നമ്മൾ ലുലു മാൾ ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഓപ്പൺ ആക്കിയതിന് ശേഷം. അപ്പോൾ ഇവിടെ എന്തായാലും ഒന്ന് വരണമെന്നുണ്ടായിരുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് വെള്ളവും ഐസ്ക്രീമും എന്തെങ്കിലുമൊക്കെ കുടിച്ചിട്ട് അതിട്ട് റെഡിയാക്കി എടുക്കുകയാണ് കുട്ടികൾക്കും എല്ലാവർക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിലാണ് കേട്ടോ. ലുലുവിലുള്ള ഷംന എന്ന് പറയുന്ന അവരുടെ ഷോപ്പല്ലേ, അവിടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും എല്ലാം കാണലുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സ്വർണ്ണവും വാങ്ങാം, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അവർ കാണിച്ചു തരുന്ന അങ്ങനത്തെ റിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത് നിങ്ങളൊക്കെ തന്നെ ഇൻസ്റ്റഗ്രാമിലും അവരുടെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല രസമുണ്ട് കേട്ടോ റിങ്ങൊക്കെ കാണാൻ. ഓരോന്നിടുമ്പോഴും നമുക്ക് എത്ര എന്താ പറയുക വെയിറ്റ് ഇത് ഒരു ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ കേൾപ്പിച്ചു തരാം. കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് ഇതിങ്ങനെ കാണുമ്പോൾ എത്രയോ ഇപ്പോൾ അരപ്പവൻ അല്ലെങ്കിൽ അങ്ങോട്ടൊക്കെ ഉണ്ടാവും എന്നൊക്കെ തോന്നും. പക്ഷേ അത്രയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും എമൗണ്ടല്ലേ നമുക്കിതിൽ വരുള്ളൂ. അപ്പോൾ ശരിക്കും ഗോൾഡൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതത്രയും ഗോൾഡും അതിൽ കയറും. ഇത് വെയിറ്റ് കുറവ് അങ്ങനെ എന്തോ ആണ് കേട്ടോ അവർ പറയുന്നത്. റേറ്റ് വരുന്നത് ഇതല്ല, ഇതൊക്കെ അതന്നെ 20,000 ഉള്ളിലേ വരുള്ളൂ. റേറ്റ് വരുന്നല്ലേ 20,000-ന്റെ ഉള്ളിൽ. ഭയങ്കര വിലയായില്ലേ. ജസ്സിന്റെ കയ്യിലില്ല ശരി തന്നെ.
ഇത് ഡെയിലി യൂസ് അല്ലേ? ഡെയിലി യൂസ് അല്ലേ? ഡയലീസ് ഉണ്ട്. ആ റിങ്ങും ഓക്കെ, പക്ഷെ എനിക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ആ ഒരു ബ്രേസ്ലെറ്റ് എന്താ പറയുക വെയിറ്റ് കുറവുള്ള ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കയ്യിലിട്ടിട്ടും എനിക്ക് അത്ര അങ്ങ് ഒരു സൂട്ടാകുന്നുണ്ടായില്ല. പിന്നെ ഓരോരുത്തരെ കൈന് ചേരുന്നതും ഓരോരുത്തർ ഇഷ്ടമല്ലേ. അപ്പോൾ നിങ്ങൾ വന്ന് നോക്കുക കേട്ടോ. എന്തായാലും ജസ്റ്റ് കോഴിക്കോടൊക്കെ വരുമ്പോൾ ജസ്റ്റ് കയറി നോക്ക്. അതായത് ജസ്റ്റ് ഒരു 1000 രൂപ വെച്ചിട്ട് ഫിക്സഡ് എമൗണ്ട് ആണ്. 1000 രൂപ വെച്ച് അടക്കുകയാണെങ്കിൽ എല്ലാ മാസം 1000 രൂപ വെച്ച് അടച്ചു. 2000 ആണെങ്കിൽ 2000, ടോട്ടൽ 11 മാസം. ഓക്കെ, നമുക്ക് ഇഷ്ടപ്പെട്ട ഏട്ടത്തിയാണ് ഇത് നോക്ക്, നല്ല ഒത്തൊരുമ ഇക്കാര്യത്തില്. നോട്ടെ ടേസ്റ്റ് പോട്ടെ. എന്താ പറ്റണ്ടേ? ബീച്ച് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്തോ പാർട്ടീൻ്റെ പരിപാടിയും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ നമുക്ക് കുറച്ച് ടൈം കൊടുത്തു. പിന്നെ ആഗ്രഹം നമുക്ക് ബീച്ച്, കുട്ടികൾക്കൊക്കെ ലക്ഷ്യം ബീച്ച് ആയതുകൊണ്ട് നമ്മൾ എന്തായാലും വരാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ കുറേ സമയം അസ്തമയം വരെ പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് കുറേ സമയം റെസ്റ്റ് എടുത്തു, കുറേ ഉപ്പിലിട്ടത് അതൊക്കെ കഴിച്ച് വേറെ ഫില്ലാക്കി. റഫീഖാൻ്റെ കൂടെയൊക്കെ വരികയാണെങ്കിൽ ഇതൊന്നും വാങ്ങിത്തരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നമ്മൾ നല്ല റിലാക്സ് ചെയ്തിട്ട് കിടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. സോറി, രാവിലെയല്ല, ഒരു 11:30 ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ആണ് നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ആകുന്നത് കേട്ടോ. സ്പേസ് കിട്ടി.
പൂമോളെ ഡി സ്പേസ് കിട്ടി സ്പേസ് കിട്ടി അപ്പോൾ അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നിട്ട് മഗ്‌രിബിന് മുമ്പ് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ട് പിന്നെ നമസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ നേരം ഫ്രീ ആയിട്ടിരുന്ന് പിന്നെ രാത്രി കുറച്ച് സമയം ഫുഡൊക്കെ കഴിക്കാൻ പോയതിന് ശേഷം കുറച്ച് സമയം ടൗണിലൂടെ നടക്കാനൊക്കെ പോയിട്ടാണ് ആളൊഴിഞ്ഞ ആ ഒരു സമയത്ത് നല്ല രസമായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്ന കുറച്ച് സമയം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ റിലാക്സ് ചെയ്തിട്ട് ഇരുന്നു കേട്ടോ. ഫുൾ വീഡിയോ എടുത്തുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് യാത്രയും ഈ ഒരു ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറേ ഒന്നും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഹൈലൈറ്റ് മാളിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് 1-2 ഷോപ്പിൽ കയറാനുണ്ട്. പിന്നെ കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ, ഡ്രസ്സ് കാര്യങ്ങൾ അങ്ങനത്തതൊക്കെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങുന്നത്, എൻ്റെ കുറേ ഇങ്ങനെ ഡെക്കോർ ഐറ്റംസ് പാത്രങ്ങൾ ഒക്കെ നിങ്ങൾ ചോദിക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. വാ. അപ്പോൾ ഇത് അതിനിടക്ക് ഒരു ഫാൻസി ഐറ്റംസ് കേട്ടോ. ഫാൻസി എന്ന് പറഞ്ഞാൽ ഈ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ, റിങ് അങ്ങനത്തെ ഐറ്റംസൊക്കെ. അപ്പോൾ വെറുതെ നോക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ബ്രേസ്ലെറ്റ് കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന, വലിയവർക്കാണെങ്കിലും ഇടാൻ പറ്റുന്ന സംഭവം. അങ്ങനെ നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എല്ലാവരും ചെറുതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു റിങ്ങൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കണ്ടപ്പോഴാണ് ഞാൻ ആ വാങ്ങിയ റിങ് എൻ്റെ കൊണ്ടുവന്ന ബാഗിൽ തന്നെ ഉണ്ട് കേട്ടോ, ഹാൻഡ് ബാഗിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എടുത്തിട്ടില്ല കേട്ടോ, അപ്പോൾ അത് എടുക്കണം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ എടുത്തത് കുറച്ചൊരു വലിയ റിങ്ങാണ് കേട്ടോ. ഇതിനൊക്കെ റേറ്റ് വരുന്നത് 400, 450, 400 സംതിങ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ. ആ ഒരു ബ്രേസ്ലെറ്റ് ടൈപ്പ് സംഭവങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ചെറിയ തിന്നായിട്ടുള്ളതിനൊക്കെ എന്തോ 300 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. ഞാൻ എടുക്കുമ്പോൾ കുറേ ആലോചിച്ച്, കാര്യം ഇപ്പം അങ്ങ് എടുക്കും, പിന്നെ കൊണ്ടുപോയിട്ട് നമ്മളത് യൂസ് ആക്കൂല, അതവിടെ ഇടും കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കി പിന്നെ ആലോചിച്ച് പിന്നെ ഒരു മോതിരം എടുത്തു. ഇനിയിപ്പോൾ ഇതാ ഇവർ ചെക്കന്മാർക്ക് പർച്ചേസ് ചെയ്യാൻ നമ്മൾ അവസരം കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫുൾ അവർ സെർച്ച് ചെയ്യലാണ്. ഇതൊന്ന് എൻ്റെ ഒരേടത്തിൻ്റെ മോനാണ് കേട്ടോ. ഇവനെ നിങ്ങൾ അധികം വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ ഈദ് വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഷാനു ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റോനും കുഞ്ഞുമോനും അധികം ഉപയോഗിച്ചു കേട്ടോ. ഓനും അധികം വീഡിയോയിലില്ല. ഇപ്പോഴാണ് ഇവർ രണ്ടാളും എൻ്റെ വീഡിയോയിൽ വരുന്നത്. ഈദ് വീഡിയോയിൽ രണ്ടാളും ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയാൻ മറന്നു. ഇത് നമ്മൾ രണ്ടാമത് വാങ്ങിയ, അവിടുന്ന് ട്രെൻഡ്സിൽ നിന്ന് രണ്ടാമത് വാങ്ങിയ ഒരു ടോപ്പാണ് കേട്ടോ. നല്ല ഫ്രീ ആയിട്ട് നല്ല കംഫർട്ടബിളാണ്. പലോസ പാൻറ്റിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലെങ്ത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒരു സ്ലീവൊക്കെ നല്ല ലൂസാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഇടാൻ പറ്റിയൊരു, നമുക്ക് ഇടാൻ തോന്നുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഇതില്ലേ, ഇത് സ്റ്റോറീസ്, നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ തന്നെ ഉള്ളിലുള്ള സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് എൻ്റെ കയ്യിലുള്ള കുറേ എന്താ പറയുക വെറൈറ്റി പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലേ, പ്ലേറ്റ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങൾ ചോദിക്കലുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ ചോദിക്കല്ലേ. അപ്പോൾ അങ്ങനത്തതൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാങ്ങലുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് വാങ്ങലുണ്ട് ഉണ്ട് നട പറഞ്ഞ്. അങ്ങനെ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഈ പാത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ കയ്യിൽ.
പക്ഷെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറം ഉണ്ടാവും ചില ഈ പാത്രം കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സാധനം എടുക്കുക റഫീഖാൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്നെ അങ്ങ് ബാധിക്കൂലല്ലോ. അതാ വേണ്ടേ? അതാണോ? എന്ത്? ചോക്ലേറ്റും സ്ട്രോബെറി മിക്സ് ആയിട്ട്. ആണോ? നല്ല ടേസ്റ്റാ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെ ഡെക്കോർ ഐറ്റംസ്, പാത്രങ്ങൾ, അങ്ങനത്തതൊക്കെ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളും തരാൻ കഴിയാത്തത് ഞാൻ ഇങ്ങനത്തെ ഓരോ ഷോപ്പിൽ നിന്ന് കാണുമ്പോൾ വാങ്ങുന്നതാണ് കേട്ടോ. ഓൺലൈൻ അങ്ങനത്തെ പർച്ചേസിങ് ഞാൻ ചെയ്യാറേ ഇല്ല. പിന്നെ ഹോം സെൻറ്റർ ഉണ്ട് ഇവിടെ തന്നെ. ഹോം സെൻറ്റർ നിങ്ങൾക്ക് ഓൺലൈൻ ഹോം സെൻറ്റർ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഓൺലൈനായിട്ട് സാധനം കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങാറുണ്ട്. പിന്നെ നമ്മളവിടെയുള്ള ജാം ജൂമിന്ന് അവിടെ നിന്ന് വാങ്ങാറുണ്ട്. അപ്പോൾ അവിടെ ഓൺലൈൻ ഒരുപാട് നിങ്ങൾ ചോദിക്കുന്ന ഐറ്റംസ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ അവിടെ ഓൺലൈൻ പർച്ചേസിങ് ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പോഴും കുറേ പേര് പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട്. എനിക്ക് തരാൻ പറ്റുന്നില്ല. മുഹമ്മദില്ലേ അപ്പുറത്തെ ടേബിളിൽ ആരോ വെള്ളമോ ഐസ്ക്രീം എന്തോ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഇവിടെ കിടന്നൊരു ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ തന്നെ കുഞ്ഞുമോരെ. നിങ്ങൾ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങാറുണ്ടെന്ന്. ഇപ്പോൾ ഹോം സെൻറ്ററിലേക്കാണ് പിന്നീട് വന്നത് ഹൈലൈറ്റ് മാളിലുള്ള ഹോം സെൻറ്ററിൽ. ഇവിടെയും നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും. പക്ഷേ നല്ല റേറ്റും ഉണ്ടാവലുണ്ട്. വെറൈറ്റി സാധനം നമുക്ക് കിട്ടുക, അതാണൊരു പ്രത്യേകത. അപ്പോൾ ഞാനിവിടുന്ന് എന്താ വാങ്ങിയത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 2 ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് യാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒഴിവിനനുസരിച്ച് നിങ്ങളുടെ കമൻറ്റിന് റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ് കേട്ടോ. എല്ലാം ഞാൻ റീഡ് ചെയ്യുന്നുണ്ട്. റിപ്ലൈ ചോദിച്ചവർ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് റിപ്ലൈക്ക് സമയം പോലെ തരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയമൊക്കെ ഇവിടെ ഉണ്ടാവും. എന്നിട്ട് റിലാക്സ് ചെയ്ത് നമ്മൾ വൈകുന്നേരം ഇവിടുന്ന് വിടാനാണ് കേട്ടോ നമ്മൾ പ്ലാന്. നേരെ നമ്മൾ വീട്ടിലേക്ക് പിടിക്കും അങ്ങനെ. അപ്പോൾ ഇതുകൊണ്ടാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എല്ലാം വെറൈറ്റി പീസുകളായിരിക്കും കേട്ടോ. നമ്മൾ എടുത്താലും നഷ്ടമൊന്നും ആവില്ല, നല്ല രസമായിരിക്കും. വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് കേട്ടോ. ഡെയിലി നമ്മളെ സാധാ ഒരു ലൈഫിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാം, അത്രമാത്രം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.